ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തൃശൂരിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വലിയ രീതിയിലുള്ള ഒരു ലീഡ് നിലയുമായി മുന്നോട്ടു പോവുകയാണ്. നിലവിൽ 20,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി തന്നെ മുന്നിലാണ്. തുടക്കത്തിൽ LDFും UDFും മാറി മാറി ലീഡ് ചെയ്ത മണ്ഡലത്തിൽ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ BJP ലീഡ് ഉയർത്തുകയായിരുന്നു. സുരേഷ് ഗോപിയുടെ വരവോടെയാണ് മണ്ഡലത്തിലെ രാഷ്ട്രീയ ചിത്രം മാറിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായില്ലെങ്കിലും 2,93,822 വോട്ടുകളാണ് സുരേഷ് ഗോപി നേടിയത്. കോൺഗ്രസ് വിജയിച്ചപ്പോൾ CPI 2ാം സ്ഥാനത്തായി. പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയതോടെയാണ് സഹോദരനായ K. മുരളീധരൻ വടകര വിട്ട് തൃശൂരിൽ കോൺഗ്രസിനായി മത്സരിക്കാനെത്തിയത്. മുൻമന്ത്രി കൂടിയായ സുനിൽകുമാറിനെ LDF രംഗത്തിറക്കിയതോടെ മത്സരം കനത്തു. BJP വിജയപ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലം തന്നെയാണ് തൃശൂർ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനും നാളുകൾക്ക് മുൻപേ വോട്ടർമാരുടെയും രാഷ്ട്രീയ നിരീക്ഷകരുടെയും ചർച്ചാ വിഷയമായ മണ്ഡലമാണ് തൃശൂർ. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പ് NDA സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി പ്രചരണം തുടങ്ങിയിരുന്നു. എക്സിറ്റ് പോളിലും സുരേഷ് ഗോപിക്കായിരുന്നു മുൻതൂക്കം. തിരുവനന്തപുരം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതോടെ കേരളത്തിലെ സ്ഥാനാർത്ഥികളിൽ തിളങ്ങും താരമായി സുരേഷ് ഗോപി മാറിയിരുന്നു.